വീഡിയോ ഒരു വളരെ വ്യത്യസ്തമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു വ്യത്യസ്തതയുണ്ട്. എനിക്കൊരു പറ്റിയൊരു പണിയാണ്. അപ്പം ഞാൻ വലിയ കാര്യത്തെ വണ്ടിക്കകത്ത് എണ്ണയുണ്ടോ എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. മഴയൊക്കെ പിടിച്ചിരിക്കുന്ന ടൈമിൽ ഇട്ട് ഇത് ടൈറ്റായി ഒടിഞ്ഞ് കണ്ടേ ഇങ്ങോട്ട് വന്നേ ഈ ഒരു അവസ്ഥയിലോട്ടായി, ഒടിഞ്ഞ് രണ്ടായിപ്പോയി. അപ്പം ഇതിനി മാറുന്നൊരു റീപ്ലേസ്മെൻറ്റ് വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ആൾക്കാർ ഇത് സെറ്റോടാണ് മാറുന്നത്, ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇത് രണ്ട് രീതിയിൽ മേടിക്കാൻ കിട്ടും. ഇത് നമ്മുടെ ലോക്ക് സെറ്റ് ഇങ്ങനെയും ഈ ടൈപ്പിൽ പുതിയത് കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്നെണ്ണം, അതായത് 1, 2 പിന്നെ പുറകിലത്തെ സീറ്റിൻ്റെത്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അപ്പോൾ അന്തരീക്ഷം കുറച്ച് മോശമാണ്. അതിനകത്ത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അതാണ് ഇതിനകത്ത് മെയിൻ നമ്മൾ പറയുന്നൊരു കാര്യം. അപ്പം ഇത്ര ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങളപ്പം മാക്സിമം എല്ലാവരും കാണണം ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ വരെ നമ്മുടെ ഈ ഒരു ലോക്ക് സിസ്റ്റം അളക്കാൻ വേണ്ടിയിട്ട് വേണ്ടേ, ഇവിടെ ഒരു എല്ലെങ്കിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു എല്ലെങ്കിൽ വരുന്നുണ്ട്, ഇത് കഴിക്കണം. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു 10-ൻ്റെ ഒരു നെറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്നുണ്ട് 10-ൻ്റെ നെറ്റ്. പിന്നെ ഈ സൈഡിൽ അതുപോലെ 2 എല്ലെങ്കിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സീറ്റ് അഴിക്കാനെ കൊണ്ട് ഈ 2 നെറ്റാണ് നമുക്ക് ഇളക്കേണ്ടത്. ഇത് സ്പെയറിന് എണ്ണ വയ്ക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്, ഇപ്പോൾ തീർന്നിരിക്കുക. എല്ലാവരും ഇങ്ങനെ സ്പെയറിൽ കുറച്ച് എണ്ണ വയ്ക്കുന്നത് എപ്പോഴും സേഫാണ്, എവിടെയെങ്കിലും വഴിയിലാകുമ്പോഴത്തേക്കിന് യൂസ് ആവും. ഇതഴിക്കുക. അതഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് സീറ്റ് ഊരി മാറ്റാം. അത് ഇവിടെ 2 നെറ്റ് വരുന്നുണ്ട്, ഒരെണ്ണം ഒടിഞ്ഞ് പോയി. ഇവിടെ ഒരു നെട്ടുണ്ട്, അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് സുഖമായിട്ട് ഊരിയെടുക്കാം. മച്ചാൻ ഇത് വരുന്നത് 8-ൻ്റെ ഇതാണ് കേട്ടോ വരുന്നത്, 8-ൻ്റെ നെറ്റാണ് വരുന്നത്. 2 സൈഡിൽ 8-ൻ്റെ അടുത്ത് ഒടിഞ്ഞു പോയി, സ്ക്രൂ മിസ്സായതാണ്, ആ സ്ക്രൂ മിസ്സായതാണ്. അപ്പം ഇതുകൂടി അഴിച്ച് കഴിഞ്ഞാൽ ടാങ്ക് കവർ നമുക്ക് സുഖമായിട്ട് ഊരിയെടുക്കാം. അപ്പോൾ മച്ചാന്മാരെ വേണ്ടേ, ഇപ്പോൾ നമ്മുടെ ടാങ്ക് കവർ ഇളക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എല്ലാം ഉടച്ച് അതെ, ഇത്രയേ ഉള്ളൂ പരിപാടിയാണ്ട്. ഇത്രയേ ഉള്ളൂ ടാങ്ക് കവർ എന്ന് പറയുന്ന സാധനം അഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ട ഈ ഒരു സാധനം എടുത്തു. ഇനി ബാക്കി പരിപാടിയിലിട്ട് നമുക്ക് കിടക്കാം. ഇത് അങ്ങനെ അങ്ങ് വെച്ചേക്കാം, കാരണം നമുക്ക് ഇതിൻ്റെ യൂസ് വേറെ ഇല്ല, ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് നമുക്ക് ഇളക്കിയെടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇളക്കിയെടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഇതിനകത്ത് തന്നെ ഇവിടെ വെച്ച് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ചെറിയ ചെറിയ പാർട്സ് ഇതിനകത്ത് എല്ലാം പോയി കഴിഞ്ഞാൽ അത് എടുക്കാൻ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അത് മാത്രമല്ല നല്ല മഴയുണ്ട്, പിന്നെ ടാങ്കിൽ വെള്ളം വീഴാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി അകത്ത് വെച്ച് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ കാണിക്കാനും കൃത്യമായിട്ട് കാണാനും പറ്റും ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് അത് വീട്ടിൽ കൊണ്ട് എങ്ങനെ ചെയ്താൽ നോക്കാം. അല്ലാണ്ട് ഇത് ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ കാണുന്നുണ്ടോ, ചെറിയൊരു ഹോളുണ്ട് ഇതിൻ്റെ അകത്ത്. ആ ഹോളിൻ്റെ അകത്ത് ഈ സ്പ്രിങ് കയറ്റി ഇടുക. ഇത് ഇളകി എടുക്കുമ്പോൾ നമ്മൾ പോകുന്നത് ആ സ്പ്രിങ്ങിനകത്ത് ആ ഹോൾ ഒരു ചെറിയൊരു നീഡിലുള്ള സാധനത്ത് കയറ്റിയിട്ടിട്ട് ഈ ലോക്ക് കറക്റ്റിന് പിടിച്ച് ഇടുക. ഇത്രയേ ഉള്ള പരിപാടി. അണ്ട് ഇതൊരു ഇത് വരും. ഇതിനകത്തൊരു ചെറിയൊരു ഇത് കാരണമാണ് ഞങ്ങൾ വെളി ഇളക്കി ചെയ്യാൻ കാരണം. അവിടെ ചെയ്യുമ്പം ഇതെല്ലാം താഴത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പണിയാവും. ഒരു ചെറിയൊരു റിങ്ങുണ്ട്, ഈ റിങ്ങിനകത്ത് ഇടണം. ഈ റിങ് ഇതിനകത്ത് പിടുത്തം വരുന്നതിന് ഒരു സഹായിക്കുന്നതാണ്. കൃത്യമായിട്ട് നമുക്ക് പറയാനൊന്നും അറിയത്തില്ല, സാധാരണക്കാരനാണ്, മെക്കാനിക്കൊന്നുമല്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ വിധത്തിലുള്ള മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും. ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ഐഡിയ മാത്രം മതി കയ്യിൽ. എൻ്റെ ഐഡിയ ഒന്നും ഇല്ല, വേറെ കാര്യം. അപ്പം ഇതിനകത്തായിട്ടുണ്ട്, ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനകത്താണ് ഫസ്റ്റ് നമുക്ക് ചെയ്ത് വരേണ്ടത്. അതായത് ഒരു പാക്കിങ് ആയത്, പാക്കിങ് നമ്മളിവിടെ ഇടണം. ഈ പാക്കിങ് ഇവിടെ കയറ്റിയിടുക. കറക്റ്റ് ഒരു വെട്ടൊക്കെ ഉണ്ട്, ആ വെട്ടിനകത്ത് പാക്കിങ് ഇട്ടതിന് ശേഷം ഈ റിങ് അല്ലല്ലോ, ഈ റിങ് ഇടുക. ഒരു റൗണ്ട് റിങ് ബ്ലാക്ക്. ഇതിനകത്ത് ലോക്കുണ്ട്, ആ ലോക്കിനകത്ത് ഇങ്ങനെ കിടക്കും. പിന്നെ ഇതിൻ്റെ മണ്ടയിലും വേറെ ലോക്ക് വരുന്നുണ്ട്. ആ ലോക്കിനകത്ത് നമുക്ക് പിന്നെ ഒരു പാക്കിംഗ് ഉണ്ട്, ആ പാക്കിംഗ് എടുത്തിട്ട് അതിനകത്തിട്ട് കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കണം. ഞാൻ ഊരി വന്നപ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ പൊളിഞ്ഞ് വന്നു. ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളു. ആ പാക്കിങ് ആ കറക്റ്റിന് അവിടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തൊരു വെട്ട് വരുന്നുണ്ട്, ആ വെട്ടും ഇതിൻ്റെ ലോക്കിനകത്ത് വീഴും.
കറക്റ്റിൽ അത് ടൈറ്റ് ചെയ്യുമ്പോൾ ലോക്ക് ആയിക്കോളും. ഇട്ട് കൊടുക്കുക അവിടെ. അതിനുശേഷം ചെറിയൊരു റിങ് വരുന്നുണ്ട്, വാഷർ പോലെ സംഭവം, അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പരിപാടി. പിന്നെ നമുക്ക് ഇതാണ്ട് ഈ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ലോക്ക് വന്ന് വീഴാനുള്ളതാണ്. പുതിയ ലോക്ക് ഇടുന്നത്, അതിൽ പുതിയ ലോക്ക് എടുക്കാം. അപ്പോൾ മച്ചാന്മാരെ, ഇത് ലോക്ക് സെറ്റാണ്. ലോക്ക് സെറ്റ് 3-in-1 ആണ്. 932 ഇതിൻ്റെ വില. MRPയിൽ അവർ തരത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് ബജാജിൻ്റെ ജെന്യുവൻ പാർട്സ് ആണ്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ എല്ലാം ആവശ്യമുള്ളതാണ്. പിന്നെ ഇത് മെയിൻ കീ സെറ്റ്, ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ താക്കോല്, പിന്നെ ഇത് നമ്മുടെ പുറകിലെ സീറ്റിൻ്റെ ലോക്കായത്, സീറ്റിൻ്റെ ലോക്ക്. ഇതാണ് നമുക്കിപ്പോൾ ഇടാൻ ഉപയോഗിക്കേണ്ട സാധനം മെയിൻ. ഇതെങ്ങനെ ഇടേണ്ടത് കാണിക്കാം. ബാക്കിയുള്ള എല്ലാം മാറ്റി വയ്ക്കാം. ലോക്ക് വേണമല്ല, ലോക്ക് വേണം. ഇത് വളരെ എളുപ്പം ഇതിനകത്ത് ഇടാനൊക്കെ ഉണ്ട്, ഊരിയെടുക്കാനും എളുപ്പമാണ്. കണ്ടേ, ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ആദ്യം ഇത് എടുത്തിട്ട് ലോക്ക് ഇതിനകത്ത് ഇടുക. ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ലോക്കായി. ഇത് നമുക്കിത് ഈ സാധനം ഊരിയെടുക്കുക. ഇത് ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ഈ സാധനം ഇത് പോയി കഴിഞ്ഞാൽ ഇത് ലോക്ക് ചാടിപ്പോവും. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഈ പൊസിഷൻ നോക്കിയിട്ട് ഈ ലോക്ക് വരുന്നുണ്ട്, ഈ ലോക്ക് ഇതിനകത്ത് വെട്ട് വന്നതിനകത്ത് കറക്റ്റിന് പിടിച്ചിട്ട് ഇടുക. പരിപാടി കഴിഞ്ഞു. അത് വന്ന് ഇവിടെ അടിയിൽ വന്ന് ലോക്കാവും. അടിയിൽ വന്നാണ് ലോക്കാവുന്നത്, ആയിട്ടില്ല. അത് ഊരി വന്നുണ്ടോ, ഇതാണ് പ്രശ്നം. ഈ ഊരി വരുന്നതാണ് പ്രശ്നം. വളരെ ശ്രദ്ധിച്ച് തന്നെ ഇടണം. പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ചെറിയ ഒരു സ്പ്രിങ് അതിനകത്ത് വരുന്നത്, ആ സ്പ്രിങ് ഒരു കാരണവശാലും പോലെ. പ്രാവശ്യം പോയി എനിക്ക് പിന്നെ വേറെ സ്പ്രിങ് ഇടേണ്ടി വന്നു. നമ്മൾ ഈ സ്പ്രിങ് കറക്റ്റിന് വേണ്ടി ഇടുക. അതുകൂടി കാണിച്ചില്ല. അപ്പോൾ സ്പ്രിങ് ഇടുക, ഇത് ചുമ്മാ കയറ്റി ഇടുക. ഇത് എല്ലാത്തിൻ്റെ ലോക്ക് ഒറ്റ പൊസിഷനാണ്. എന്നിട്ട് ഈ ലോക്ക് ഇതിനകത്തോട്ട് കയറ്റി ഇടുക. അപ്പോൾ ഇതിന് ഒരു കാരണവശാലും ഊരി വരത്തില്ല. ഇതിൻ്റെ പൊസിഷൻ ഇതാണ് മെയിൻ. അവിടെ പോയി ലോക്കാവുന്ന സാധനം കറക്റ്റിന് നമ്മുടെ ലോക്കാവുന്ന പൊസിഷൻ നോക്കിയിട്ട് എനിക്കൊന്ന് ഇങ്ങനെ ആയിരിക്കണം പറഞ്ഞത്. എൻ്റെ ഈ ഒരു ലോക്കിൻ്റെ ഒരു ഇതുണ്ട്, കറക്റ്റിന് കയറ്റി ഇടുക. ഇതിൻ്റെ അടിയിൽ ലോക്ക് വന്നിട്ടുണ്ടോ നോക്കുക. ആ ലോക്ക് വീണിട്ടില്ല. ഇപ്പോൾ ലോക്ക് വീണു. അവിടെ കറക്കി വന്നപ്പോൾ ലോക്ക് വീണു. ലോക്ക് വീണിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ലോക്ക്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ലോക്ക് സെറ്റായി, ലോക്ക് ഓക്കെ ആയി. ഇത്രയേ ഉള്ളൂ പരിപാടി. ലോക്ക് ഓക്കെ, മണി കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ബാക്കിയുള്ള നമ്മുടെ പാക്കിങ് കയറ്റി ഇടുക. ഇത് പാക്കിംഗ് ആണെന്ന് പറയുന്നത് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. പാക്കിംഗ് ആയിരിക്കണം പറയുന്നത്. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ കാര്യം ഇതിടുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു കറുത്ത ലോക്ക് ഇടുക. കറക്റ്റായത് ലോക്കുണ്ട്, അതിന് കറക്റ്റ് പോയി വീണോളൂ. ഇത് അവിടെ ഒരു ലോക്കുണ്ട്, അതിനകത്ത് കറക്റ്റ് പോയി വീണോളും. ലോക്ക് വീണു. അതിനുശേഷം അടുത്തൊരു പാക്കിങ് ഇടുക. അതിനുശേഷം അതിൻ്റെ ഈ ഒരു റൗണ്ട് റിങ് ഇടുക. അതിൻ്റെ പേര് എനിക്കറിയില്ല. വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല ഈ കാര്യം ചെയ്യുന്നത്. ഇത് ലോക്ക് ഇട്ടതിന് ശേഷം ഈ റൗണ്ട് റിങ്, ഈ റിങ് കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ പണി ഇത്രയായിട്ടുണ്ട്. ഇനി ഉള്ളതാണ്ട് ഈ ഒരു സംഭവം, ഈ സംഭവം ഇടുക എന്ന് പറഞ്ഞാൽ ഈ ലോക്ക് ഉണ്ടല്ലോ, ഈ ലോക്കിനകത്ത് കറക്റ്റ് പിടിച്ചിടുക. ഓക്കെ. ഇനി അതിന് ശേഷം കണ്ട് ഈ ലോക്ക് എടുത്ത് പിന്നെ അത് സെറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് റിട്ടേൺ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ പരിപാടി. ഇവിടെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇത് റിങ്ങിനകത്ത് ഇട്ടു. റിങ്ങിട്ടതിന് ശേഷം സ്പ്രിങ് ഇതിനകത്ത് എടുത്തിടണം. സ്പ്രിങ് നമ്മുടെ എപ്പോഴും ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊരു വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ചൊരു പരിപാടിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഊരി വന്ന്. ഇത് ഇനി കറക്റ്റിനൊന്നും ഇടണം. റിങ്ങിനകത്തിട്ട് വെച്ചിരുന്നാലും മതി.
റിങ് ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്നാലും മതി. ഈ റിങ് ഇട്ട് വെച്ചതിന് ശേഷം അപ്പോൾ ഈ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് വെച്ച് നമ്മൾ അത് പോയിൻ്റ് ചെയ്യുക. ഈ സ്ക്രൂ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടത്. ഒന്ന് വീണു, ശേഷം അടുത്ത് എടുത്തിടുക. അത് മാക്സിമം ടൈറ്റ് ചെയ്ത്, എൻ്റെ ഇതിപ്പം വർക്കിംഗ് ആണ്. മച്ചാൻ അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്യും. അപ്പോൾ മച്ചാന്മാരെ അത് ടൈറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് നടക്കാം. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. കണ്ടിപ്പം വർക്കിംഗ് ആണ്, കണ്ടില്ലേ? ഇതിപ്പം ഓക്കെയാണ്. അതിൻ്റെ റിട്ടേൺ വരുന്നുണ്ട്. നമ്മളിപ്പം പുതിയ സെറ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ട്, ഈ സെറ്റ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പം ഇത് അന്തിമഘട്ടമായിട്ട് നമ്മുടെ ടാങ്കിൻ്റെ ഇത് ലോക്ക് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് താക്കോലിട്ടൊന്ന് അത് വർക്കിംഗ് ചെയ്യാനുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഉണ്ടെന്ന് വർക്കിംഗ്. ഓക്കെ, ഡൺ. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ, കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിതങ്ങ് ഇട്ടേക്കാം. ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ട്, അതില്ലായിരുന്നു. ഭയങ്കര വൈബ്രേഷൻ കാരണമാണ് ആ സാധനം. കാരണം എവിടെ നിന്നെങ്കിലും ഒരു തെർമോക്കോളർ എടുത്ത് വെച്ചത്. ഇരിക്കുമെന്ന് അറിയത്തില്ല, വെച്ചിട്ടുണ്ട്. വെച്ചത് കുരുവായി. പൗസ് ചെയ്യടേ. പെർഫെക്റ്റ്. പച്ചവരെ നമുക്കപ്പം ഇതിൻ്റെ കീ സെറ്റ് മാറണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ 2 നെറ്റുണ്ട്. ആ 2 നെറ്റ് കഴിക്കണം. അതിനുശേഷം ആണ് നമുക്കിത് പുറത്തെടുക്കേണ്ടത്. നമുക്കിത് നോക്കാം എങ്ങനെയാണെന്ന്. പച്ചവരെ ഈ സൈഡ് നെറ്റ് കഴിക്കണമെങ്കിൽ ഒരു നമ്മുടെ ഇത് വരുന്നുണ്ട് ഫ്ലൂയിഡിൻ്റെ, അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ നെറ്റ് അഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് കഴിക്കാം നമുക്ക്. പച്ചവരെ അതങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്, അതഴിച്ചു. ഇനി നമുക്കിത് ഇവിടുന്ന് വിടിയിപ്പിക്കണം. ഈ നെട്ടുകൂടി അഴിച്ചാലേ അതിൻ്റെ പ്രോപ്പറായിട്ട് നമുക്ക് വിടിയിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ 2 നെട്ടുണ്ട്, അതുകൂടി അഴിച്ചാലേ പറ്റൂ. പച്ചക്കറി അതിനകത്തൊരു ക്ലിപ്പ് വരും. ആ ക്ലിപ്പും പിന്നെ അതുപോലെ തന്നെ ഇതങ്ങ് വിടിയിപ്പിച്ചതിന് ശേഷം ഇവിടുന്ന് വിടിയിപ്പിക്കുക. അതിനുശേഷം തെള്ളി എടുത്താൽ മതി. ഇത് പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ലോക്ക് പിടിപ്പിക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇത് മാറ്റി നമുക്ക് പുതിയത് കയറ്റിയിടാം. പുതിയതും ഈ ലോക്ക് ഇതിനകത്ത് പിടിച്ചിടുന്നു. സിമ്പിളായിട്ട് ചെയ്യാനേ ഉള്ളൂ. ലോക്ക് പിടിച്ചിടുന്നു, പണി കഴിഞ്ഞു. ലോക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന താഴെ നിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന പരിപാടി അതിനകത്തിട്ടിട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നീടാണ്ട് ഈ ഒരു കേബിൾ വരുന്നത് പിടിച്ച് ഈ ലോക്കിനകത്ത് ഇടണം.
നമുക്ക് ഇതിൻ്റെ ചാവി ഇട്ട് നോക്കാം. ഇതിപ്പോൾ നിലവിൽ ഈ നമ്മുടെ സീറ്റിൻ്റെ ലോക്കും ടാങ്കിൻ്റെ ഈ ലോക്കുമാണ് ചെയ്തത്. മെയിൻ ലോക്ക് ചെയ്യുന്നില്ല, ഇപ്പം ചെയ്യുന്നില്ല എന്നല്ല, കാരണം ഇതിൻ്റെ വൈസർ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റ് മാസ്ക് എന്ന് പറയുന്ന ഈ ഒരു സാധനം മാറ്റിയാലേ ഇതിൻ്റെ ഒരു നല്ലൊരു രീതിയിൽ മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം അത് മാറുന്ന ടൈമിൽ അതിപ്പോൾ അവിടെ ഓർഡർ ചെയ്തൊരു സാധനം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൂടി മേടിച്ചതിന് ശേഷം ഒരുമിച്ച് നമുക്ക് ഫ്രണ്ട് കീയും പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ലൈറ്റൊന്ന് മാറ്റണം. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനൊക്കെ. കുറച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇത് ചെയ്യാനൊക്കെ. ഇതിൻ്റെ ഈ ഇളക്കി ചെയ്യുന്നൊരു കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതും വളരെ എളുപ്പമാണ്. ഈ ചെയ്യുന്ന ലോക്കും തന്നെത്താനെ എല്ലാവർക്കും ചെയ്യാമെന്നുള്ള കേസേ ഉള്ളൂ. പിന്നെ ഇതും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, സോക്കറ്റ് പോലത്തെ. ഇതിന് അടിയിൽ ചെറിയ 2 ബോൾട്ടുണ്ട്. അത് ഊരിയതിന് ശേഷം നമുക്ക് ആ സോക്കറ്റ് കുത്തി ഇടാന്നുള്ള കേസേ ഉള്ളൂ. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഇളക്കുമ്പോൾ മാത്രം ഇച്ചിരി പണിയുണ്ട്, ഒരാളുടെ ഹെൽപ്പും കൂടി വേണ്ട ഇളക്കണമെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. മച്ചന്മാരെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഇതൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം എല്ലാവർക്കും നല്ലൊരു താങ്ക്സ്.